പ്രതിഫലേച്ഛ രഹിതമായ സ്നേഹം. റോമർ 12-ാം അധ്യായം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 9-ാം വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. റേ തോംസൺ ദമ്പതികൾ വിവാഹിതരായിട്ട് 2 ദശകത്തോളമായെങ്കിലും പുത്ര സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട് 3 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ആ ദമ്പതികൾക്ക് കിട്ടിയത്. അവർ ആ കുട്ടിയെ എടുത്തു വളർത്തി. സ്വന്തം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവാത്സല്യങ്ങളും പരിലാലനങ്ങളും ആ പൊന്നിൻകുടത്തിന് ലഭിച്ചു. ലിസ എന്നവർ ആ കുട്ടിക്ക് പേരിട്ടു. ലിസായുടെ സ്വന്തം മാതാപിതാക്കൾ തങ്ങളല്ലെന്നുള്ള സത്യം അവളിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. 4-5 വയസ്സായപ്പോൾ തന്നെ ആ രഹസ്യം അവളോട് തുറന്നു പറഞ്ഞു. ലിസ വളർന്നു വരുംതോറും സ്വന്തം മാതാപിതാക്കളെ കാണാനുള്ള ആഗ്രഹം കലശലായി ഉണ്ടായി. അവൾ റേ ദമ്പതികളോട് അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ ലിസായെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് എവിടെയോ കടന്നു കളഞ്ഞ ആ മാതാവിനെ, ലിസായ്ക്ക് ജന്മം നൽകിയ പിതാവിനെയും എങ്ങനെ കണ്ടുപിടിക്കും? ആ ശ്രമം അസാധ്യമാണെന്ന് ലിസായുടെ വളർത്തമ്മയും വളർത്തച്ഛനും പറഞ്ഞു. എങ്കിലും തൻ്റെ അമ്മയെയും അച്ഛനെയും തനിക്ക് കാണണമെന്നുള്ള കലശലായ ആഗ്രഹം അവളെ അസ്വസ്ഥ ചിത്തയാക്കി. അവൾക്ക് വയസ്സ് 15ആയി. റേ തോംസൺ ദമ്പതികളുടെ വീട്ടിലെ ഉല്ലാസ ജീവിത സൗകര്യങ്ങളോ സുരക്ഷിതമായ ചുറ്റുപാടുകളോ അവരിൽ നിന്ന് ലഭിച്ച സ്നേഹവാത്സല്യങ്ങളോ ലിസായെ സംതൃപ്തയാക്കിയില്ല. അവൾക്ക് സ്വന്തം മാതാപിതാക്കളെ കണ്ടേ തീരൂ എന്നായി. ലിസായുടെ ഈ നിർബന്ധം അവരെ വളരെയധികം ചിന്തിപ്പിച്ചു. ലിസായോടുള്ള തങ്ങളുടെ സ്നേഹം സ്വാർത്ഥപരമല്ലേ? ആ ദമ്പതികൾ സ്വയം ചോദിച്ചു. ഒടുവിൽ ലിസായുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കുവാൻ അവർ ഒരു തീവ്ര ശ്രമം നടത്തി. അതിനുവേണ്ടി പ്രത്യേക രഹസ്യ അന്വേഷകരെ നിയോഗിച്ചു. ഇതിനിടയ്ക്ക് ലിസായുടെ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എങ്കിലും ഒടുവിൽ അന്വേഷകർ അമ്മയെ കണ്ടെത്തി. ഒരു വാരാന്ത്യത്തിൽ ലിസ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോയി. ലിസ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന വിചാരത്തോടു കൂടിയാണ് റേ തോംസൺ ദമ്പതികൾ അവളെ അയച്ചത്. സ്വന്തം മാതാപിതാക്കളെക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്നത് തൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണെന്ന് ലിസയ്ക്ക് പിന്നീട് ബോധ്യമായി. മനുഷ്യൻ്റെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥപരമായിരിക്കും. മനുഷ്യൻ്റെ സ്നേഹം പ്രതിഫലേച്ഛ രഹിതമാണെന്ന് പറഞ്ഞുകൂടാ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറായെന്ന് വരാം. പക്ഷേ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ മറ്റൊരു ഭാവമായിരിക്കും അത്. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം മാത്രമേ സ്വാർത്ഥരഹിതമായിട്ടുള്ളൂ. മനുഷ്യനെ രക്ഷിക്കുവാൻ കുരിശിൽ കയറുന്ന സ്നേഹമാണത്. മേലുദ്ധരിച്ച കഥയിലെ ലിസായുടെ തീവ്ര ദുഃഖം ശമിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സർവസ്വമായി കരുതിയിരുന്ന ലിസായെ അവളുടെ സ്വന്തം മാതാപിതാക്കളുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കാൻ റേ ദമ്പതികൾ തയ്യാറായല്ലോ. ഇതിൽ പ്രതിഫലേച്ഛാരഹിതമായ ഉദാത്ത സ്നേഹം നാം ദർശിക്കുന്നു. മനുഷ്യൻ്റെ ദൈവഭക്തി പോലും പ്രതിഫലേച്ഛാരഹിതമാണെന്ന് പറഞ്ഞുകൂടാ. ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടായിരിക്കും പലരും ദൈവഭക്തരായി ജീവിക്കുന്നത്. മനുഷ്യ, നിന്റെ പ്രകടനങ്ങളും നേർച്ച കാഴ്ചകളുമെല്ലാം എനിക്കെന്തിന്? പ്രതിഫലേച്ഛ കൂടാതെയുള്ള നിന്റെ ആത്മസമർപ്പണമാണ് ഞാൻ വിലയേറിയതായി എണ്ണുന്നത് എന്നായിരിക്കും ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. പലിശ സഹിതം തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള സ്നേഹമല്ല ദൈവസ്നേഹം. ഓർക്കണമേ, മനുഷ്യൻ കാണുന്ന മാതൃക കേൾക്കുന്ന ഉപദേശങ്ങളെക്കാൾ വിശ്വസനീയമായിരിക്കും. യോഹന്നാൻ 15:13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.